പവിത്രമാക്കപ്പെട്ട ദിനങ്ങൾ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ആഘോഷങ്ങളും തീർന്ന് സാധാരണ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങിയിരിക്കുകയാണ്. നോമ്പും പെരുന്നാളും ആഘോഷിക്കുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം നേടിത്തന്നത് നമ്മുടെ ആരാധനാ കർമ്മങ്ങളാണെങ്കിൽ, ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു രക്ഷിതാവെന്ന നിലക്ക് ചില ആശങ്കകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ച് ഒരു ഒഴിവ് കാലത്തിലേക്ക്, അവധിക്കാലത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു. സ്വാഭാവികമായും ഒരു രക്ഷിതാവെന്ന നിലക്ക് ചില ആശങ്ക, ഇനി 2 മാസം എന്തായിരിക്കും നമ്മുടെ വീടിൻ്റെ അവസ്ഥ? ഒരു പക്ഷേ അത് സംസാരിക്കുന്നവരുണ്ടാകും, പരാതി പറയുന്നവരുണ്ടാകും, തൻ്റെ ആശങ്ക പങ്കുവെക്കുന്ന രക്ഷിതാക്കളും ഉണ്ടാവാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യത്തിലും ഇസ്ലാമിന് ചില നിലപാടുകളുണ്ട് എന്നതുപോലെ ഇത്തരത്തിൽ ഒരു അവധിക്കാലം വരുമ്പോൾ രക്ഷിതാക്കൾ മക്കളെ കുറ്റപ്പെടുത്തുവാനും മക്കൾ രക്ഷിതാവിനോട് പിണങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോകുവാനും ഒക്കെ കാരണങ്ങളാകുന്നുവെങ്കിൽ അതിൻ്റെ ചില പരിഹാരങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ധാരാളമായ വിളികൾ വരാറുള്ളത്. പാപ്പയും മകനും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കുടുംബക്കാരിടപെട്ട്, അയൽവാസികൾ ഇടപെട്ട്, പിന്നെ അതിനിടയിൽ ആരൊക്കെയോ എന്തൊക്കെയോ സംസാരിച്ച് ആകെ പ്രയാസങ്ങളാകുന്നു. ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഒരു രക്ഷിതാവെന്ന നിലക്ക് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഒരു മകൻ എന്ന നിലക്ക്, മകൾ എന്ന നിലക്ക് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? 2 കൂട്ടരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ അവധിക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടതായ 5 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്. രക്ഷിതാവ് മക്കളെയും മക്കൾ രക്ഷിതാവിനെയും മനസ്സിലാക്കണം. അതിൽ ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത് രക്ഷിതാക്കളോട്. ഈ ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവധി ഉണ്ടാക്കിയത് ഒരിക്കലും കുട്ടികളല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. കുട്ടികൾ ഉണ്ടാക്കിയ അവധിയല്ല. കാലങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലുള്ള കൾച്ചറും അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. ഓരോ നാടിലും അതിനനുസരിച്ച് കൊണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഗൾഫിൽ ഈ സമയത്ത് അവധിയില്ല, എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ സമയത്താണ് അവധി. അവർക്ക് മറ്റു ചില സമയങ്ങളിലാണ്. ഇങ്ങനെ ഓരോ രാജ്യങ്ങളും ഓരോ പ്രദേശങ്ങളും അവിടുത്തെ സ്ഥാപനങ്ങളെ വെച്ചുകൊണ്ട് ചില അവധികൾ പ്രഖ്യാപിക്കാറുണ്ട്. അത് കുട്ടികൾ തീരുമാനിച്ച അവധിയല്ല എന്ന ബോധ്യപ്പെടൽ നമുക്കുണ്ടാവണം. നമ്മൾ ഏതൊരു കുട്ടിയെയും കൊണ്ട് ഏതൊരു സ്ഥാപനത്തിലേക്കാണോ പോയത്, ആ സ്ഥാപനം തന്നെയാണ് അവധി നൽകിയിട്ടുള്ളത്. അതിൽ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികളത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവരെ അതിൻ്റെ പേരിൽ നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. അതോടൊപ്പം നമ്മൾ സ്വയം പരിശോധിക്കുക. ഇടയ്ക്കൊക്കെ നമ്മൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ അടുത്തു കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കും, ഞാൻ പഠിച്ച സ്കൂളാണിത്, ഇന്ന ക്ലാസ്സാണിത്, എന്നെ പഠിപ്പിച്ച അധ്യാപകനാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നമ്മുടെ പഴമയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമ്മുടെ മക്കളോട് നമ്മൾ പങ്കുവെക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ കുട്ടിക്കാലം ഓർക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിലെ ഏതെങ്കിലും ഒരു സന്തോഷത്തെ നമുക്ക് പങ്കുവെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ മക്കളുടെ കുട്ടിക്കാലമാണിത്. അവർ കളിക്കാനും അവരാസ്വദിക്കാനും ആർമാദിക്കാനുമുള്ള സമയമാണിത്. ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ് അവർ കുടുംബ പ്രാരാബ്ദങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ തരത്തിൽ ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും അവർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. നമുക്ക് സാധിക്കുന്നുണ്ടോ? കുട്ടികളെ പോലെ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ മക്കൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ പറയും, അവനെന്താ വല്ലതും അറിയുന്നുണ്ടോ? ഞാനല്ലേ ഫുള്ള് ബേജാറാവുന്നത്. അതെ, ആ കുട്ടിയുടെ അവസ്ഥ അതാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ആ ബോധ്യപ്പെടൽ നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു ദാനമാണ്.
അള്ളാഹുവിന് അൽ വഹാബ് എന്ന ഒരു പേരുണ്ട്. അൽ വഹാബ്, ദാനമായി നൽകുന്നവനാണ്. നമ്മൾ പ്രവാചകന്മാരുടെ എല്ലാം പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ മക്കളുടെ വിഷയത്തിൽ മക്കളെ നൽകണേ എന്ന് പറയുമ്പോഴും, ആ മക്കളിൽ കൺകുളിർമ ചോദിക്കുമ്പോഴും, ആ മക്കൾ സ്വാലിഹാകാൻ വേണ്ടി പറയുമ്പോഴെല്ലാം അവർ അള്ളാഹുവിനെ ചേർത്ത് വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അൽ വഹാബ് എന്ന് പറയുന്ന നാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അള്ളാഹ് ദാനമായി തന്ന ഒന്ന്. ആ മക്കൾക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പനി ബാധിച്ചാൽ നമുക്കുണ്ടാകുന്നൊരു ബേജാറുണ്ട്. നമ്മുടെ മക്കൾ 4 മണിക്ക് സ്കൂളിട്ട് 4:15 വീട്ടിലെത്തുക, 4:20 നമുക്ക് ബേജാറാണ്. 5 മണിയായിട്ടും മക്കളെ കാണുന്നില്ലെങ്കിൽ അന്വേഷിച്ചു കണ്ട് നമ്മൾ പോകും. എങ്കിൽ ആ മക്കളുടെ വിഷയത്തിൽ നമ്മൾ അതിയായ ആഗ്രഹവും അഭിലാഷവും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഉണ്ടെങ്കിൽ അത് കേവലം മനസ്സിൽ വെച്ചാൽ പോരാ, അത് ബോധ്യപ്പെടുത്തുക തന്നെ വേണം. നമ്മുടെ മക്കളുടെ ആ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പല രക്ഷിതാക്കളും ഇനി അങ്ങോട്ടുള്ള ദിവസത്തിൽ മക്കളുടെ പേരുകൾ വിളിക്കുന്നത് മുഴുവൻ ശാപത്തിന് വേണ്ടിയായിരിക്കും. ശാപത്തിന്റെ വാക്കുകൾ, ദേഷ്യത്തിന്റെ വാക്കുകൾ, ആ വാക്കുകൾ ഉച്ചരിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. മക്കൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് അവരുടെ ആ കുട്ടിത്തത്തിൽ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ശാപത്തിന്റെ വാക്കുകൾ പറയുന്നവർ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു വിശ്വാസി ഒരിക്കലും മറ്റൊരാളെ ശപിക്കാൻ പാടില്ല. ഒരു വിശ്വാസിയെ ശപിക്കാൻ പാടില്ല. മറ്റൊരാളെ ശപിക്കാൻ പറ്റൂല എങ്കിൽ സ്വന്തം മക്കളെങ്ങനെ ശപിക്കാം? സ്വന്തം മക്കളെ ശപിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉമ്മമാര് ശ്രദ്ധിച്ചോ? പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉച്ചരിക്കാറുള്ളത് നിങ്ങളുടെ നാവിലൂടെയാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചിട്ട് ചെന്നതാണ്. വീട്ടിൽ ചെന്ന് സലാം പറഞ്ഞു. അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വാതിൽ തുറന്നു. അബൂ ഉമൈറിനോട് അബൂ ഉമൈർ ഇല്ലേന്ന് ചോദിക്കുക. പറഞ്ഞു, ഇല്ല, അതെപ്പോ വരും, നിങ്ങൾ വീട്ടിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കയറി. സ്വാഭാവികമായിട്ട് നല്ല ദാഹമുള്ളത് കൊണ്ട് അദ്ദേഹം കുറച്ച് വെള്ളം ചോദിക്കണം. അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വെള്ളം നോക്കുമ്പോൾ വീട്ടിൽ വെള്ളമില്ല. തൻ്റെ സേവകയെ വിളിച്ചുകൊണ്ട്, വൃത്തിയെ വിളിച്ചുകൊണ്ട് അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, നീ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് വെള്ളം മേടിച്ചോണ്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ ഈ ഒരു വൃത്തിയായിട്ടുള്ള വേലക്കാരി എന്ത് ചെയ്തു? അടുത്ത വീട്ടിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഈ സ്ത്രീ വരുന്നില്ല. ഈ സ്ത്രീയെ അന്വേഷിച്ചുകൊണ്ട് കുറെ നേരമായി ഈ അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇരിക്കുന്നുണ്ട്. സമയം കുറച്ച് കഴിഞ്ഞപ്പോഴും എന്തോ കാരണത്താൽ അവൾക്ക് നേരം വൈകിയതാണ്. പക്ഷേ അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ സമയത്തൊരു വാക്ക് പറഞ്ഞു. ഈ വേലക്കാരിയായ സ്ത്രീയെ ശപിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് പറഞ്ഞു. ഈ വാക്ക് വീടിന്റെ ഉമ്മറത്തിരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉടനെ അവിടുന്ന് എഴുന്നേറ്റു. അദ്ദേഹം വേഗം ചെരുപ്പ് ധരിച്ചു, വേഗം അവിടുന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അദ്ദേഹം വേഗത്തിൽ നടന്നു പോകുന്നത് അബൂ ഉമൈർ റളിയല്ലാഹു അൻഹുക്കാണ്. തന്റെ വീട്ടിൽ നിന്ന് അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു എന്താ വേഗത്തിൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് വേഗത്തിൽ പോകുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ട് അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ, പക്ഷെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ നിങ്ങൾ വീട്ടിൽ കയറിയിരുന്നാ പോരെ, നിങ്ങൾ വെള്ളം എന്തെങ്കിലും കുടിച്ചിരുന്നാ ഞാൻ അപ്പോഴേക്ക് വരുന്നു, ഭാര്യ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവിടെ വീട്ടിലേക്ക് ചെന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി, അവിടെ നിന്നുണ്ടായ ഒരു സംഭവമാണ് എന്നെ ഇവിടുന്ന് വേഗത്തിൽ ഇറക്കിയത്. അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തു പറ്റി? ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടായ സംഭവം പറയാണ്. ഞാൻ ഇങ്ങനെ വെള്ളം ചോദിച്ചപ്പോൾ നിങ്ങളെ വീട്ടിൽ വെള്ളമില്ലാത്തത് കൊണ്ട് നിങ്ങളെ ഭാര്യ നിങ്ങളെ വീട്ടിലുള്ള വേലക്കാരിയോട് അടുത്ത വീട്ടിൽ പോയി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് നേരം വൈകിയതിന്റെ പേരിൽ ആ ഒരു സ്ത്രീയെ, നിങ്ങളുടെ വേലക്കാരിയെ, നിങ്ങളുടെ ഭാര്യ ശാപത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു. അതാ ഞാൻ വേഗം ഇറങ്ങിയത്. അപ്പോഴും അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു കാര്യം മനസ്സിലായില്ല. ചോദിച്ചു, അതിലിപ്പോ എന്താ നിങ്ങൾ വേഗം ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താ? ആ സമയത്ത്
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്. അതേ ഹദീസ് തന്നെ നമുക്ക് മറ്റു ചില റിവായത്തുകളിലും കാണുവാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ അബ്ദ ഇദാ ലഅന ഷൈഅൻ, ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒന്നിനെ ശപിക്കുകയാണെങ്കിൽ സഅദത്തിൽ ലഅനതു ഇലസ്സമാ, ആ ശാപം ആകാശത്തേക്ക് കയറിപ്പോകും. ആ ഒരു ശാപം ഇങ്ങനെ ഉയരും. പക്ഷേ ഫതുഗ്ലഖു അബ്വാബുസ് സമാ ദൂനഹാ, ആ ഒരു ശാപത്തെ സ്വീകരിക്കാതെ ആകാശം അതിങ്ങനെ അടഞ്ഞു നിൽക്കും. ഒരാൾ മറ്റൊരാളെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം ഉയരും, പക്ഷേ ആകാശത്തിലേക്ക് ഉള്ളിലേക്ക് കയറൂല. ആകാശം അവിടെ തടുത്തു നിർത്തും. എന്നിട്ടോ ആ ഒരു ലഅനത്തിനെ സംബന്ധിച്ചിടത്തോളം സുമ്മ തഹ്ബിതു ഇലൽ അർദ്, അത് ഭൂമിയിലേക്ക് വരും. ഫതുഗ്ലഖു അബ്വാബുഹാ ദൂനഹാ, അതിനെ സ്വീകരിക്കാതെ ഭൂമിയും അടച്ചു വെക്കും. ഭൂമിയും സ്വീകരിക്കുന്നില്ല, ആകാശവും സ്വീകരിക്കുന്നില്ല. എന്നിട്ടോ സുമ്മ തഅഖുദു യമീനൻ വശിമാല, ആ ഒരു ശാപം വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും പോകാൻ നോക്കും. ഫഇദാ ലം തജിദ് മസാഗ, അതിനെ ഒരു വഴിയും കാണുന്നില്ലെങ്കിൽ റജഅത് ഇലല്ലദീ ലുഇന, ശപിക്കപ്പെട്ടവൻ ആരാണോ അവനിലേക്ക് അത് മടങ്ങും. ഫഇൻ കാന ലിദാലിക അഹ്ലൻ വഇൻ കാന ലിദാലിക അഹ്ലൻ, അതിന് അയാൾ യോഗ്യനല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ വഇല്ലാ റജഅത് ഇലാ ഖായിലഹ, ആരാണോ അത് ഉച്ചരിച്ചത്, ആരാണോ ശപിച്ചത്, ആ ശപിച്ചവരിലേക്ക് തന്നെ അത് മടങ്ങും. അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കോ. ഉമ്മമാര് ശ്രദ്ധിച്ചോ, മക്കളെ ശപിച്ചുകൊണ്ടൊരു വാക്ക് പറയുമ്പോ ആ വാക്ക് ആകാശത്തേക്ക് ഉയരും, പക്ഷേ ആകാശം സ്വീകരിക്കൂല. അത് ഭൂമിയിലേക്ക് മടങ്ങും, ഭൂമിയും സ്വീകരിക്കൂല. അത് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കും, അതും സ്വീകരിക്കുകയില്ല. എന്നിട്ട് നേരെ പോകുന്നത് അത് നിങ്ങളുടെ മക്കളിലേക്ക് തന്നെയായിരിക്കും. നിങ്ങളുടെ മക്കൾ അതിന് യോഗ്യനല്ലെങ്കിൽ അത് മടങ്ങുന്നത് നിങ്ങളിലേക്കും. ഇത് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഒരു സ്ത്രീക്ക് ഒരു പക്ഷേ കാരണമുണ്ടാവാം, ആ സ്ത്രീക്ക് ഒരു പക്ഷേ നേരം വൈകാൻ കാരണമുണ്ടാവാം. ആ സ്ത്രീക്ക് ആ ലഅനത്ത് ബാധിക്കുന്നില്ലെങ്കിൽ അത് വരുന്നത് നിങ്ങളുടെ ഭാര്യയിലേക്കായിരിക്കും. അതിന്റെ കാരണക്കാരനാകട്ടെ ഞാനാണ്. ഞാൻ ആ വീട്ടിലുള്ളത് കൊണ്ടാണല്ലോ വെള്ളം മേടിക്കാൻ വേണ്ടി പോയത്. അത് എന്നിലേക്ക് മടങ്ങുമോ എന്ന പേടി കൊണ്ടാണ് ഞാൻ വേഗം ഇറങ്ങിപ്പോയത്. സുബ്ഹാനല്ലാഹ്, ലഅനത്തിന്റെ ഭാഗം എത്ര ഉണ്ടെന്ന് ശ്രദ്ധിച്ചോളി. നമ്മുടെ മക്കളോട് ചില വാക്കുകളൊക്കെ പറയുമ്പോ, ശാപത്തിന്റെ വാക്കുകൾ പറയുമ്പോ, നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും ഒരു ഉപകാരം ഉണ്ടാവൂല. ഒരു ലളിതമായ ഒരു വാക്കായിട്ട് നമ്മൾ പറയണതാ, പക്ഷേ അത് ഗൗരവമുള്ളതാണ്. ശാപത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ മാതാപിതാക്കളെ മനസ്സിലാക്കാനും റെഡിയാവണം. മാതാപിതാക്കളെ മനസ്സിലാക്കുക. അത് നമ്മളൊരു വാപ്പയാകുമ്പോൾ മനസ്സിലാകും, നമ്മളൊരു ഉമ്മയാകുമ്പോൾ മനസ്സിലാകും. ഒരു പക്ഷേ ചില ആളുകൾക്കെങ്കിലും അത് മനസ്സിലായിക്കൊണ്ടുണ്ടാവും, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. എന്നാൽ ഇവിടെയുള്ള മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മളെ വളർത്തുന്നത്. രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചുകൊണ്ട് ഒരു പക്ഷേ രാത്രി കയറി വന്ന് കുറച്ചു നേരം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ, അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ കളികളുമായി സംസാരങ്ങളുമായി അവിടെ ആർത്തി ചിരിച്ചുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ പലപ്പോഴും മക്കളിൽ കാണാറുണ്ട്. ഉണ്ടാകാൻ പാടില്ല. കാരണം ആ വാപ്പ രാവിലെ ഇറങ്ങിയതാർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടി, നമുക്ക് വെള്ളം തരാൻ വേണ്ടി, നമുക്ക് വസ്ത്രം വാങ്ങാൻ വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധു കഷ്ടപ്പെട്ടതെങ്കിൽ ആ സാധുവിനെ പ്രയാസപ്പെടുത്തരുത്. നമ്മുടെ ഉമ്മ രാവിലെ മുതൽ നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിലെ ചൂടേറ്റുകൊണ്ട് വിയർത്തൊലിച്ചുകൊണ്ട് അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കൾ പട്ടിണി ഇറക്കരുത്. ആ ഉമ്മ ഒന്ന് കുറച്ചു നേരം കിടന്നാൽ മതി, ഒരു പക്ഷെ അന്നത്തെ ദിവസം പട്ടിണിയാവും. അവിടെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. മാതാപിതാക്കൾ മക്കളെയും മക്കൾ മാതാപിതാക്കളെയും മനസ്സിലാക്കുക. രണ്ടാമത്തെ വിഷയം, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പരസ്പര സഹായികളായിട്ട് മാറണം. മക്കൾ മാതാപിതാക്കളെ സഹായിക്കുന്നവരാവണം. എങ്ങനെയാണ് മക്കൾ മാതാപിതാക്കളെ സഹായിക്കുക? എങ്ങനെയാണ് മക്കൾ മാതാപിതാക്കളെ സഹായിക്കുക? ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയോ? അതിൽ ഈ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് കേടുവരുത്താതിരിക്കുക എന്നുള്ളത് മക്കളോടാണ് വളരെ സ്നേഹത്തോടെ പറയുന്നത്. അത് കേടുവരുത്താതിരിക്കുക. അവരൊരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ സ്വരുക്കൂട്ടിയിട്ടാണ് പലതും ഉണ്ടാക്കിയിട്ടുണ്ടാകുക. അപ്പൊ അത് നമ്മുടെ തമാശക്ക് വേണ്ടിയിട്ട് അടിച്ചു പൊട്ടിക്കുന്ന ഒരവസ്ഥ,
അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചോരത്തിളപ്പിന്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു രക്ഷിതാവും മകനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ചില സംഭവങ്ങളുണ്ട്. ഒരു മകൻ എത്രത്തോളം തൻ്റെ വാപ്പയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വാപ്പയാണ് ഉമയ്യ അൽ അസാഖിർ എന്ന് പറയുന്ന വ്യക്തി. ഉമയ്യ അൽ അസാഖിർ അദ്ദേഹത്തിന്റെ മകനാണ് കിലാബ് ബിൻ ഉമയ്യ. ഈ വാപ്പയും മകനും വല്ലാത്ത ബന്ധത്തിലായിരുന്നു, വല്ലാത്ത സ്നേഹത്തിലായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി. ഒരു യുദ്ധത്തിന് വേണ്ടി ഈ കിലാബ് പുറപ്പെടും. യുദ്ധത്തിന്റെ സാഹചര്യം നിർബന്ധമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അങ്ങനെ മകനായ കിലാബ് പോയി. വാപ്പയായ ഉമയ്യ മകനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, മകനെ കാണുന്നില്ല. ആ സമയത്താണ് ഈ വാപ്പയായ ഉമയ്യയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവ് അതിൻ്റെ കുഞ്ഞിനെങ്ങനെ നോക്കുന്നത് കാണാം. ഒരു പ്രാവ് അതിൻ്റെ കുഞ്ഞിനെങ്ങനെ നോക്കുന്നത് കാണാം. ആ കാഴ്ച കണ്ടതും ഉമയ്യ തൻ്റെ മകനെങ്ങനെ ആലോചിച്ചു. കിലാബിനെ ആലോചിച്ച് കരയാൻ തുടങ്ങിയില്ല. ചരിത്രത്തിൽ കാണാൻ പറ്റും, കരഞ്ഞ് കരഞ്ഞ് അവസാനം ഉമയ്യ അൽ അസാഖിർ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കാഴ്ച പോയി. ദിവസങ്ങൾ കഴിഞ്ഞ് ഈ വിഷയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയണം. ഉമർ റളിയല്ലാഹു അൻഹു വേഗം കിലാബിനെ വിളിച്ചു. എന്നിട്ട് കിലാബിനെ വരുത്തി. കിലാബ് വന്നത് ഉമയ്യ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ വാപ്പയും മകനും തമ്മിലുള്ള വല്ലാത്ത ഒരു ബന്ധത്തെക്കുറിച്ച് പല ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് വരാൻ വേണ്ടി പറഞ്ഞത്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മകനായിട്ടുള്ള കിലാബിനോട് ചോദിക്കുകയാണ്, നിങ്ങളും നിങ്ങളുടെ വാപ്പയും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിൻ്റെ കാരണം? എന്താ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വാപ്പാനെ സ്നേഹിക്കണത്, എങ്ങനെയാണ്? ആ സമയത്ത് ഈ കിലാബ് പറയാണ്, ഞാൻ എൻ്റെ വാപ്പാക്ക് പാല് കൊണ്ടേ കൊടുക്കുമ്പോൾ വേറെ ആരെങ്കിലും കറന്നെടുത്ത പാലല്ല ഞാൻ കൊടുക്കുക. ഞാൻ തന്നെ പോയി, ഞാൻ തന്നെ കറന്നെടുത്ത്, ഞാൻ തന്നെ അത് പാത്രത്തിലാക്കി, ഞാൻ തന്നെ അതിനെല്ലാ സൗകര്യങ്ങളും റെഡിയാക്കി ഉപ്പാക്ക് കുടിക്കാൻ പറ്റുന്ന രൂപത്തിൽ എൻ്റെ ഉപ്പാന്റെ അടുക്കൽ പോയി ഉപ്പ ഇരിക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയി കൊടുത്ത് ഉപ്പാന്റെ വായിലേക്ക് വെച്ച് ഉപ്പാന്റെ പുറത്തിങ്ങനെ തലോടിക്കൊണ്ടൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ കിലാബ്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വാപ്പാക്ക് ഈ പാലെടുക്കാറുള്ളത്, അതേപോലെ നിങ്ങളൊന്ന് പാല് കറന്നിടുന്നു. അങ്ങനെ ഈ കിലാബ് പാല് കറക്കണം. ഒട്ടകത്തിന്റെ പാല് കറന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ആ പാത്രവുമായിട്ട് ചെല്ലുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ പാത്രം എടുത്തുകൊണ്ട് നേരെ പിതാവായ കണ്ണ് കാണാത്ത ഉമയ്യ അൽ അസാഖിറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. ആ ഒരു പാത്രം വാങ്ങി തൻ്റെ ചുണ്ടോടടുപ്പിച്ചതും ഉമയ്യ പറയാണ്, എൻ്റെ മകൻ കിലാബിൻ്റെ ആ മണം എനിക്കിങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, ഇതിൻ്റെ മകൻ കറന്നെടുത്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഈ വാചകം പറഞ്ഞിട്ട് ആ വാപ്പ മകനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ടതും അവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളും കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു കിലാബിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇനി ഒരിക്കലും വാപ്പനെ വിട്ടുകൊണ്ട് നീ എങ്ങോട്ടും പോകാൻ പാടില്ല. നീ നിന്റെ വാപ്പാന്റെ കൂടെ തന്നെ ഉണ്ടാവണം, ഒരിക്കലും ഇവിടുന്ന് പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിലെ വാപ്പമാർക്ക് അറിയാൻ പറ്റും നമ്മൾ എത്ര ത്യാഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലേ? എങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ എത്രയാണോ ത്യാഗം ചെയ്യുന്നത് അതിൻ്റെ 100 ഇരട്ടിയാണ് ഒരു പക്ഷേ ഇന്നത്തെ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നോക്കിയിട്ടുള്ളത്. അത് നമ്മൾ മറക്കാതിരിക്കാം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഈ വാപ്പയും മകനും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഈ ഒരു ചരിത്രത്തിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, മക്കൾ എന്ന നിലക്ക് നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കളെ സഹായിക്കുന്നതോടൊപ്പം രക്ഷിതാക്കൾ മക്കളെയും സഹായിക്കണം. ഈ ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുത്തല്ല വേണ്ടേ?
മറിച്ച് ആ കുട്ടികൾക്ക് സൗകര്യങ്ങൾ, അവർക്ക് കളിക്കാനുള്ള പ്രായമാണ്, അവർ കളിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, ഞാൻ ആ വാചകം അങ്ങനെ തന്നെ പറയാം, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, അല്ലാതെ കടം വാങ്ങിക്കൊണ്ടും പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടും മക്കൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ കഴിവിൽപ്പെട്ട രൂപത്തിൽ അവർക്ക് കളിക്കാനും അവർക്ക് അവരുടെ ഈ അവധിക്കാലം ഉപയോഗപ്പെടുത്താനുമുള്ള സൗകര്യങ്ങൾ നമ്മൾ റെഡിയാക്കി കൊടുക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം, പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാത്തിനും ഒരു സമയം നിശ്ചയിക്കുക എന്നുള്ളത്. എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവും. ഇന്ന് പൊതുവെ നമ്മുടെ മക്കളിൽ ചെറുപ്പകാലം മുതലേ ഉള്ള ഒരു സ്വഭാവമാണ്, മദ്രസ ഉള്ള ദിവസമാണെങ്കിൽ ആ കുട്ടിയെ നിർബന്ധിച്ച് നീപ്പിക്കും. മദ്രസ ഇല്ലാത്ത ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ കിടന്നുണ്ട്. സ്കൂൾ ഉള്ള ദിവസമാണെങ്കിൽ അവിടെ കുറേ നിബന്ധനകളുണ്ട്, ഇന്ന സമയം എല്ലാത്തിനും ഉണ്ട്. എന്നാൽ സ്കൂളില്ലെങ്കിലോ അത് തോന്നിയ പോലെയാണ്. അങ്ങനെയല്ല വിശ്വാസി. അവന്റെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. എങ്കിൽ ഒരു രക്ഷിതാവെന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ഖുതുബ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കെത്തി മക്കളെ ഇരുത്തിക്കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് പറയണത്. നിങ്ങളല്ല ഉണ്ടാക്കേണ്ടത്, രക്ഷിതാക്കളോടാ പറയണത്. നിങ്ങൾ ഉണ്ടാക്കണമെന്നല്ല, പക്ഷേ മക്കളെ ഇരുത്തിക്കൊണ്ട് ഒരു പേപ്പറും പേനയും കൊടുത്തുകൊണ്ട് നിന്റെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ ഒന്ന് നീ എഴുതി വെക്ക്. എത്ര മണിക്ക് എഴുന്നേൽക്കും, ഏത് സമയത്താണ് സുബഹ് നമസ്കാരം, എപ്പോഴാണ് ളുഹറിനേക്ക് പള്ളിയിലേക്ക് പോകുക, എപ്പോഴാണ് ഖുർആൻ പാരായണം ഉണ്ടാകുക, എപ്പോഴാണ് മറ്റു പഠനങ്ങളിലേക്ക് പോകുക, എപ്പോഴാണ് നിന്റെ കളിയുടെ സമയം, എല്ലാം തീരുമാനിക്കും. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, അത് രക്ഷിതാവ് എഴുതണം എന്നല്ല, മക്കളാണ് എഴുതേണ്ടത്, ഓരാണ് പറയേണ്ടത്. എന്നിട്ട് അത് വീടിന്റെ ചുമരിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം. ആ കുട്ടി അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നത് വാപ്പയും ഉമ്മയും പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത്ര ഇത് പറയാനുള്ള കാരണം, പൊതുവെ പാരന്റിങ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഖുതുബകളിൽ പലപ്പോഴും ഒരു പ്രസംഗമായിട്ട് അങ്ങനെ പോകാറാണ് പതിവ്. അതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ആശങ്കയിലാണെങ്കിൽ നമ്മുടെ മക്കളുടെ പഠന സമയം എപ്പോഴാണ് അത് മക്കൾ പറയണം. എപ്പോഴാണ് നമസ്കരിക്കാൻ വേണ്ടി പോകുക അവർ പറയണം. ഏത് സമയത്താണ് അവർക്ക് കളിക്കാനുള്ളത്, എല്ലാ സമയത്തും എന്നാണെങ്കിൽ അവിടെ നിയന്ത്രണം വെക്കേണ്ടത് വാപ്പയാണ്. ഇന്ന സമയത്തെ കളിക്കാൻ പാടുള്ളൂ, ഇന്ന സമയം മുതൽ നീ കളിച്ചോ, ഇന്ന സമയം വരെ. ഈ തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടാവണം. കാരണം എല്ലാത്തിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമാണ് അവന്റെ എല്ലാ കാര്യങ്ങളും. നമ്മുടെ നോമ്പിനൊരു സമയമുണ്ട്, നമസ്കാരത്തിനൊരു സമയമുണ്ട്. എങ്കിൽ കളിക്കും സമയമുണ്ടാവണം. കളി ഇന്ന സമയത്ത് മാത്രമാവണം, അല്ലെങ്കിൽ പഠനം ഇന്ന സമയത്താവണം. അങ്ങനെ എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചു കൊടുക്കുക. അത് രക്ഷിതാക്കൾ മക്കളുടെ കൂടെ ഇരുന്നു കൊണ്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ വിഷയം, ഇനിയുള്ള അവധിക്കാലത്ത് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മതപഠനത്തിന് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. മതപഠനത്തിന് ശ്രദ്ധ കൊടുക്കുക. എന്തിനാ ഞാനിത് പറയണമെന്ന് അറിയാം. നമ്മുടെ മക്കൾ എത്ര മദ്രസ വരെ പഠിച്ചിട്ടുള്ളത്? ആ ഒരു ചോദ്യത്തിന് ഒരു പക്ഷേ രക്ഷിതാക്കൾ പറയും അത് 4ാം ക്ലാസ് വരെ, 5ാം ക്ലാസ് പോയി, അപ്പോഴാണ് 10ാം ക്ലാസ് സ്കൂൾ തുടങ്ങിയത്, അപ്പൊ നിർത്തി. നമ്മുടെ മക്കളുടെ മദ്രസ വിദ്യാഭ്യാസത്തിനെ ചോദിച്ചാൽ നമുക്കും അതന്നെ പറയാനുണ്ടാവുക. 4ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെ, അതിനപ്പുറത്തേക്കില്ല. അതല്ലെങ്കിൽ 10ാം ക്ലാസ് തുടങ്ങി അപ്പൊ നിർത്തി, അല്ലെങ്കിൽ +1 പിന്നെ അവർക്ക് പഠിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ സ്കൂള് കുറച്ച് നേരത്തെയാക്കി, ബസ് നേരത്തെയാക്കി. എന്തെല്ലാം കാരണങ്ങളാണ് മദ്രസ ഒഴിവാക്കാൻ നമുക്കുള്ളത്. ഇനി ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വെക്കേഷൻ ക്ലാസ്സിനാണെങ്കിൽ അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ്, കമ്പ്യൂട്ടർ പഠിപ്പിക്കാനാണ്, ഏതിന്റെ പ്രത്യേക ഒരു കോച്ചിങ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും നമ്മൾ പറഞ്ഞേക്കും. നമ്മുടെ മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം ഈ 4ാം ക്ലാസ് വരെ ആകെ രാവിലെ 1 മണിക്കൂർ, അത് തന്നെ പലപ്പോഴും നേരം വൈകി വരും. എന്നിട്ട് ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ 20-30 കുട്ടികളെ ഈ അധ്യാപകൻ നോക്കണം. വീട്ടിലെത്തിയാൽ നമുക്ക് നോക്കാൻ സമയമല്ല. എന്നിട്ട് 4ാം ക്ലാസ് വരെ നിങ്ങളൊന്ന് കണക്ക് കൂട്ടിക്കോ. ആഴ്ചയിൽ 5 ദിവസം മദ്രസ ഉണ്ടെന്ന് വെച്ചോ, ആഴ്ചയിൽ 5 മണിക്കൂർ. അതിൽ തന്നെ വളരെ ചുരുക്കം സമയമാണ് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നത്. ആ കുട്ടിയെ പ്രത്യേകം പരിഗണിക്കുന്നത് വളരെ ചുരുക്ക സമയം. ഈ 4 വയസ്സ് വരെ, അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെയാണ് ആ കുട്ടി ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടത്. അല്ലേ? നിസ്കാരം പഠിക്കണത് എപ്പോഴാ? മദ്രസ. നോമ്പ് പഠിക്കണത് എപ്പോഴാ? മദ്രസ. മാതാപിതാക്കളോടുള്ള കടമകളെ അത് മദ്രസ.
പ്രാർത്ഥനകൾ അത് മദ്രസന്ന്, ഖുർആനോത്ത് അത് മദ്രസന്ന്, തജ്വീദ് അത് മദ്രസന്ന്, വിശ്വാസം, സ്വഭാവം, എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് ഈ 4 കൊല്ലം കൊണ്ട് വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് പഠിക്കണം. എന്നിട്ട് നമ്മൾ പറയാണ് ആ കുട്ടിനൊക്കെ മദ്രസയിലൊക്കെ പഠിപ്പിച്ചു, എന്നിട്ടൊന്നും ഒരു ഉപകാരമില്ല. എവിടെ പഠിപ്പിച്ച്? എത്ര വൈകാരികമായിട്ട് പറയാനുള്ള കാരണം, നമുക്ക് മദ്രസന്റെ കാര്യം എന്ന് പറയുമ്പോൾ അതിനൊന്നിനും സമയമല്ല. സ്കൂളിന്റെ സമയം 8 മണിക്കൂറുണ്ട്, 9 മണിക്കൂറുണ്ട്. ഇനി പോരാത്തതിന് ശനിയാഴ്ചയും ഞായറാഴ്ചയും സ്കൂളുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴും കൊണ്ടുപോകാൻ നമ്മൾ റെഡിയാ. എന്നാൽ മദ്രസയിലേക്ക് 1 മണിക്കൂർ നേരത്തെ ഒന്ന് ഇരുത്തണമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് ഇരുന്നു പോകേണ്ട ആളുകൾ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പറച്ചിലോ, കുട്ടിക്ക് എന്തെല്ലാം കൊടുത്തു, ആ ഉസ്താദാ പഠിപ്പിച്ചത്, ഈ ടീച്ചറാ പഠിപ്പിച്ചത്, എന്നിട്ടും ഒരു മാറ്റമില്ല. ആ ഉസ്താദിന്റെ കുഴപ്പമല്ല, ടീച്ചർ കുഴപ്പമല്ല, നമ്മളെ കുഴപ്പം. അത് നമുക്കതിന് സമയമല്ല. മക്കളെ ദീന് പഠിപ്പിക്കാൻ സമയമല്ല. ആ ദീന് പഠിപ്പിക്കാത്തിടത്തോളം കാലം അഫ്വാനുകൾ വർദ്ധിക്കും, താമരശ്ശേരികൾ വർദ്ധിക്കും, കോട്ടയങ്ങൾ വർദ്ധിക്കും. സംശയം വേണ്ട. കാരണം എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പെരുന്നാൾ ഖുതുബയിൽ. നമ്മുടെ മക്കൾ നേരാവണം എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോളും പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾ നേരാവുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അതൊരിക്കലും നാടിന്റെ ആവശ്യമായിട്ട് നാട്ടുകാർക്ക് തോന്നിയിട്ടില്ല. അത് രാജ്യത്തിന്റെ ആവശ്യമായിട്ട് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് തോന്നിയിട്ടില്ല. അവർക്കാർക്കും അത് തോന്നിയിട്ടേ ഇല്ല, തോന്നുന്നുമില്ല, തോന്നുകയുമില്ല. കാരണം അവർക്ക് ഇവിടെ അധികാരങ്ങൾ നിലനിർത്തിയേ പറ്റൂ. എങ്കിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു. ആ മക്കളുടെ വിഷയത്തിലാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കുട്ടി ഉണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയാണ്, അദ്ദിബ് ഇബ്നക്, നീ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ, ദീന് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇന്നക മസ്ഊലുൻ അൻ വലദിക മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. നാളെ പരലോകത്ത് നിന്നോട് ചോദ്യമുണ്ട്, നിന്റെ മക്കൾക്ക് നീ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ആ ഒരു ചോദ്യമുണ്ട്, ഉറപ്പാ. നിന്റെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്ത മര്യാദകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചോദ്യം വരുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് ഞാൻ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുണ്ട്, 5ാം ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പറ്റൂല. നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതേത് സമയത്താണെങ്കിലും. മക്കൾ ഇനി 20 വയസ്സായി എന്ന് വിചാരിച്ചോ, എങ്കിലും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ മദ്ഹബിന്റെ ആളുകൾ ഉള്ള മദ്ഹബ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനഫി മദ്ഹബ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആ ഹനഫി മദ്ഹബിന്റെ ഇമാമായി കാണുന്ന ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രങ്ങൾ കേൾക്കണം. അദ്ദേഹം തൻ്റെ 22ാമത്തെ വയസ്സിൽ, അദ്ദേഹം 22 വയസ്സുവരെ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം കേട്ടോ. അദ്ദേഹം നല്ല കച്ചവടക്കാരനാണ്. ഒരു ദിവസം നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. ഈ നുഅ്മാൻ കച്ചവട സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ പോകുന്നു, വൈകുന്നേരത്ത് തിരിച്ചു വരും. ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരത്ത് വരുമ്പോൾ തൻ്റെ ജോലി സ്ഥലത്തുനിന്ന് കച്ചവട സ്ഥാപനം പൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നത് കാണുകയാണ് ആ നാട്ടിലുള്ള ഉസ്താദായിട്ടുള്ള ഹമ്മാദ് ഇബ്നു സലമ റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനാണത്. അദ്ദേഹം കുട്ടിയായിരിക്കുന്ന 22 വയസ്സുകാരനായിട്ടുള്ള നുഅ്മാൻ ഇബ്നു സാബിത്തിനെ വിളിച്ചു, നുഅ്മാൻ ഇവിടെ വാ. ഓൻ എവിടുന്നാ വരുന്നത്? എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ പോകുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുന്നുണ്ട്, നീ എവിടുന്നാ വരുന്നത്? ആ സമയത്ത് 22 വയസ്സുകാരനായ നുഅ്മാൻ ഇബ്നു സാബിത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ വാപ്പാക്കൊരു ഷോപ്പുണ്ട് അവിടെ അങ്ങാടി, അവിടെ പോയി നിൽക്കാറാണ്. രാവിലെ പോകും, വൈകുന്നേരത്ത് തിരിച്ചു വരും. അതാണ് ചെയ്യാറുള്ളത്. ഉടനെ ഹമ്മാദ് ഇബ്നു സലമ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ വിചാരിച്ചു നീ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ദീനിൻ്റെ വല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരത്തൊക്കെ അതിനു വേണ്ടി പോവുകയാണെന്നാണ് വിചാരിച്ചേ. ദുനിയാവ് മാത്രമേ ഉള്ളൂലേ? ഈ ഒരു ചോദ്യം, ഹമ്മാദ് ഇബ്നു സലമയുടെ ഈ ഒരു ചോദ്യമാണ് 22 വയസ്സുകാരനായ നുഅ്മാൻ ഇബ്നു സാബിത്തിന്റെ മനസ്സിലേക്ക് കയറിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി. വർഷങ്ങളോളം പഠിച്ചു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇമാമായി സ്വീകരിക്കുന്ന മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഹനഫി മദ്ഹബിലെ ഏറ്റവും വലിയ നേതാവ് എന്ന നിലക്ക് അവരെണ്ണുന്ന ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹം തുടങ്ങുന്നത് 22ാമത്തെ വയസ്സിലാണ്. നമ്മൾ പരിശോധിക്കുക, നമ്മുടെ മക്കളെ ഇരുത്തിയിട്ട് നമ്മുടെ മക്കൾക്ക് ഖുർആൻ നേരത്തിൽ ഓതാൻ അറിയും, നിസ്കാരത്തിൽ കൃത്യമായിട്ട് പ്രാർത്ഥനകൾ അറിയും. ഇല്ല പ്രിയപ്പെട്ടവരെ, നമുക്കറിയോ? ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല,
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ തന്നെ മതി, ഇതൊക്കെ തന്നെ സ്വർഗം കിട്ടാനുള്ളതാണ് എന്നാണെങ്കിൽ 22-ാമത്തെ വയസ്സിൽ തുടങ്ങി ഏകദേശം 40-ാമത്തെ വയസ്സ് വരെ അദ്ദേഹം നിരന്തരമായി ഇരുന്ന് പഠിച്ചു എന്നാ. അദ്ദേഹത്തിന് ജോലിക്കില്ലേ? ജോലി ചെയ്തിട്ടില്ലേ? ഉണ്ട്. അദ്ദേഹം ജോലിക്ക് പോയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം ജോലിക്ക് വേണ്ടി പോകും, ബാക്കി സമയം മുഴുവൻ ഇരുന്ന് പഠിക്കും. അദ്ദേഹം കച്ചവടക്കാരൻ തന്നെയായിരുന്നു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുൻഗാമികൾ അവർ ഒഴിവുള്ള സമയം പരമാവധി പൈസ ഉണ്ടാക്കാനല്ല നോക്കിയത്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒഴിവുണ്ടാക്കി പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പഠനത്തിന് വേണ്ടി ഒരു ശ്രദ്ധ കൊടുക്കണം. 5-ാമത്തെ വിഷയം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവധി എന്ന് പറഞ്ഞാൽ അവന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ മാത്രമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, ഫഇദാ ഫറഗത ഫൻസബ്, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. ദുനിയാവിന്റെ വിഷയത്തിലല്ല. ഒരു ഒഴിവ് കിട്ടിയാൽ വേഗം ഫോൺ എടുത്തുകൊണ്ട് പരമാവധി റീല് കാണുക എന്നുള്ളതല്ല, വേഗം കുറേ നേരം കളിക്കുക എന്നുള്ളതല്ല. എല്ലാം വേണം, എല്ലാം വേണം. കളിക്കണ്ടേ? കളിക്കണം. അധ്വാനിക്കണ്ടേ? അധ്വാനിക്കണം. വീട് വെക്കണ്ടേ? വീട് വെക്കണം. പണം ഉണ്ടാക്കണ്ടേ? പണം ഉണ്ടാക്കണം. എല്ലാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, അതിലൊരു തെറ്റുമില്ല. പക്ഷെ വെറും അതിന് മാത്രമാകാൻ പാടില്ല. നമ്മൾ ദുനിയാവ് 23.75 മണിക്കൂർ, പരലോകമോ ഒരു 15 മിനിറ്റ്. അതന്നെ സമയമല്ല നിസ്കാരത്തിന്. ആകെ നമ്മുടെ കർമ്മങ്ങൾ അത്. ഇപ്പോഴും നമ്മൾ നമ്മുടെ പഠനത്തിന്റെ വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും പിന്നിലായിക്കൊണ്ട് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മുടെ ഇനിയങ്ങോട്ടുള്ള 2 മാസക്കാലം നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല ഒരു വാപ്പയായി, നല്ല ഒരു ഉമ്മയായി, നല്ല ഒരു മകനായി, നല്ല ഒരു മകളായി നമ്മുടെ കുടുംബത്തിൽ സന്തോഷത്തോടുകൂടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സന്തോഷവും ബറക്കത്തും നമ്മുടെ വീട്ടിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, റമദാൻ കഴിഞ്ഞ് നമ്മൾ ശവ്വാലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ശവ്വാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമദാനിനോട് ചേർന്ന് നിൽക്കുന്ന മാസമാണെന്ന് മാത്രമല്ല, റമദാനിലെ പല കർമ്മങ്ങളും ശവ്വാലിലും ചെയ്യാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശവ്വാലിലെ 6 നോമ്പ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, മൻ സ്വാമ റമദാന ثم أتبعه 6 من ശവ്വാൽ കാന കസിയാമി ദഹർ. ആരെങ്കിലും റമദാനിൽ മുഴുവനായിട്ട് നോമ്പെടുക്കുകയും അതിനെ തുടർന്ന് വരുന്ന ശവ്വാലിലെ 6 ദിവസങ്ങളിൽ നോമ്പെടുക്കുകയും ചെയ്താൽ 1 വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം കിട്ടും. 1 വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം. ഇപ്പൊ നമുക്കുള്ളത് 1 മാസത്തിൻ്റെയാണ്. ചില പണ്ഡിതന്മാർ അതിനെ 1 മാസം എന്ന് പറയുമ്പോൾ റമദാനിലെ 1-ന് 10 ആണല്ലോ പ്രതിഫലം, അതുകൊണ്ട് 10 മാസത്തെ പ്രതിഫലം എന്ന് പറഞ്ഞവരുണ്ട്. എന്നിട്ട് ഈ ഒരു 6 ദിവസം എന്ന് പറഞ്ഞാൽ 6 × 10 60 അഥവാ ആ 12 മാസത്തിന്റെ തുല്യമാണ് എന്ന് പണ്ഡിതന്മാർ എണ്ണിയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ 6 ദിവസം ഇനിയും നമുക്ക് നോമ്പുണ്ട്. അതെങ്ങനെയാണ് നോമ്പെടുക്കുക? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ശവ്വാൽ 2 മുതൽ ശവ്വാൽ എന്നാണോ അവസാനിക്കുന്നത് ആ ദിവസങ്ങളിൽ തീർത്താൽ മതി. ഒരുമിച്ച് നോക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒരുമിച്ച് നോക്കാം. അല്ല 2 ദിവസം നോമ്പെടുത്തു, പിന്നെ ഒരു ദിവസം നോമ്പെടുക്കാൻ പറ്റിയില്ല, പിന്നെ നോമ്പെടുക്കാൻ പറ്റുമോ എങ്കിൽ പിന്നെ നോമ്പെടുക്കാം. ഒരേപോലെ എടുക്കണമെന്നില്ല, 6 നോമ്പുണ്ടായാൽ മതി. 6 നോമ്പ് ഈ ശവ്വാലിൽ 6 നോമ്പെടുക്കാം. മറ്റൊരു സംശയം ഇതിൽ വരാറുള്ളത്, ഒരാൾക്ക് റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ആദ്യം എടുക്കുകയാണോ വേണ്ടത്, അതല്ല ശവ്വാലിലെ നോമ്പാണോ ആദ്യം എടുക്കേണ്ടത്? ആദ്യം നഷ്ടപ്പെട്ടു പോയ നോമ്പാണ് എടുക്കേണ്ടത്. കാരണം അത് നിർബന്ധ നോമ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് ശവ്വാലിലെ നോമ്പ് എടുക്കേണ്ടത്. പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ഇഖ്തിലാഫ് ഈ വിഷയത്തിലുണ്ട്. എങ്കിലും അതിൽ ഏറ്റവും നല്ല ഒരു രൂപം എന്ന് പറഞ്ഞാൽ ആദ്യം മൻ സാമ റമദാൻ ثم أتبعه 6 من ശവ്വാൽ. അപ്പോൾ റമദാനിൽ നോമ്പെടുത്തിട്ട് പിന്നെ ശവ്വാലിൽ. അപ്പോൾ റമദാനിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആദ്യം അത് നോറ്റ് വീട്ടുക, അതിനുശേഷം പിന്നെ ശവ്വാലിൽ നോമ്പെടുക്കുക. മറ്റൊരു സംശയം പല ആളുകളും ചോദിക്കാറുള്ളത്, റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതേ നിയ്യത്തും ശവ്വാലിലെ നിയ്യത്തും കൂടി ഒരുമിച്ച് നിർവഹിക്കാൻ പറ്റും? ഒരു നോമ്പ് പക്ഷെ 2 നിയ്യത്ത്, ഒന്ന് ഫർള് നോമ്പിന്റെ മറ്റൊന്ന് സുന്നത്തായ നോമ്പിന്റെ. ഇത് ശരിയല്ല. 2ഉം കൂടി ഒരുമിച്ച് പറ്റൂല. ആദ്യം ഫർളാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് സുന്നത്ത് ഉണ്ടാവുക. 2 സുന്നത്ത് 3 സുന്നത്തൊക്കെ ആയിട്ട് ഒരുമിച്ച് ചെയ്യാം. ഉദാഹരണം, ഒരാള് അയ്യാമുൽ ബീദിലെ നോമ്പെടുക്കണം,
അയ്യാമുൽ ബീള് എന്ന് പറഞ്ഞാൽ എല്ലാ അറബ് മാസവും 13, 14, 15 വെളുത്ത ദിവസങ്ങൾ എന്ന് അതിന് പറയാം. അറബ് മാസത്തിൽ 13, 14, 15 അങ്ങനെ ഒരാൾ 13 നോമ്പെടുക്കുകയാണ്, അത് തിങ്കളാഴ്ചയാണ് എങ്കിൽ അയാൾ ആ ഒരു നിയത്ത് അയ്യാമുൽ ബീളിലാണ് എന്നും അതേപോലെ തന്നെ തിങ്കളാഴ്ചയിലെ സുന്നത്താണ് എന്നും വേണമെങ്കിൽ അയാൾക്ക് ശവ്വാലിലെ സുന്നത്ത് എന്ന നിലയ്ക്ക് 3 മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അയാൾക്ക് നോമ്പെടുത്തു എന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ ഫറള് നോമ്പല്ല ഇവിടെ ഉണ്ടാവുക, അത് വേറെ തന്നെയാണ്. ഫറള് വേറെ തന്നെ നോക്കണം. സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം 1, 2, 3 സുന്നത്തുകൾ ഒരുമിച്ച് ചെയ്തു എന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. സൂചിപ്പിച്ചു വന്നത് നമുക്ക് നോമ്പ് അവസാനിപ്പിക്കാനായിട്ടില്ല, നിർത്തിയിട്ടില്ല, നിർത്താൻ പാടില്ല. മറിച്ച് ഈ പറയപ്പെട്ട സുന്നത്ത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ഒരു സമയം മാറ്റിവെച്ചുകൊണ്ട് നോമ്പെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ മാസങ്ങളിലും ദിവസങ്ങളിലുമൊക്കെയായി നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.